ഹായ് ഫ്രണ്ട്സ്, അഞ്ജലി ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി അയല ഫ്രൈ. അതിനായിട്ട് ഞാനിവിടെ 5 അയലേനെ കട്ട് ചെയ്ത് വരഞ്ഞു വെച്ചിട്ടുണ്ട്. നന്നായി വൃത്തിയാക്കി കഴുകി വരഞ്ഞു വെച്ചു. ഇനി നമുക്ക് കായം പുരട്ടാണ്, അതായത് മസാല പുരട്ടുക. അതിന് 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇപ്പോൾ ഞാൻ ഈ 5 അയലയിലേക്കുള്ള അളവാണ് പറയുന്നത് കേട്ടോ. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. അതുപോലെ തന്നെ മുളക് പൊടി 1.5 ടീസ്പൂൺ. അപ്പോൾ ഇത് നമ്മൾ നോർമൽ വറുത്തെടുക്കില്ലേ, ആ ഐറ്റംസ് തന്നെ ചേർക്കുക. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് വിനീഗറോ ഇല്ലെങ്കിൽ ഒരു നാരങ്ങയൊക്കെ ഇല്ലേ, നാരങ്ങയുടെ പകുതി നീര് അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുളിപ്പ് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വിനീഗറിന് പകരം നാരങ്ങയാണ്. ഒരു അരമുറി നാരങ്ങ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടേ നല്ല ഒരു മുറുക്കം, അപ്പോൾ ഒന്ന് നന്നായിട്ട് തന്നെ പിഴിയണം. അപ്പോൾ അരമുറി നാരങ്ങയുടെ നീര് ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കുക. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കടലമാവാണ്. അത് 1 ടീസ്പൂണോളം കടലമാവ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ടോ ഇല്ലെങ്കിൽ നാരങ്ങ നീരിൽ തന്നെയാണെങ്കിൽ അങ്ങനെ ഒന്ന് വെള്ളമാക്കി എടുക്കുക. ഞാൻ പറഞ്ഞ കടലമാവിൻ്റെ അളവ് ഇങ്ങനെയാണ് വേണ്ടത്. അതായത് 1.5 ടീസ്പൂൺ കടലമാവിലേക്ക് 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുത്തു. അതാണിത്. ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നാരങ്ങ നീര് ഒക്കെ ഇല്ലേ, അതിലേക്കൊന്ന് ചേർത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇളക്കുക. ഇളക്കുമ്പോൾ നമുക്ക് മീനിലേക്കൊക്കെ പറ്റാൻ പറ്റുന്ന ഒരു പാകം ഉണ്ടല്ലോ. അധികം വെള്ളമായിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും, നന്നായിട്ട് ആ മസാല അതിലേക്കൊന്നും പിടിക്കില്ല. അപ്പോൾ സൂക്ഷിച്ച് അധികം വെള്ളമില്ലാതെ തന്നെ ഇങ്ങനെ ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മളുടെ മിശ്രിതം റെഡിയായി. ഇനി ഇത് നമ്മൾ മീനിലേക്ക് അങ്ങോട്ട് പരട്ടുക. നല്ല സുന്ദരി കുട്ടിയാക്കി എടുക്കുക. നമ്മളെ മീനിനെ നന്നായിട്ടൊന്ന് പിടിക്കണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല മസാല ഇറങ്ങിയിട്ടുണ്ടെങ്കിലാണ് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാ മീനുകളും ഇങ്ങനെ നന്നായിട്ട് ഈ മസാലയിലേക്ക് മുക്കിയെടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കുക. ഇല്ലെങ്കിൽ കാലത്തൊക്കെയാണ് നമ്മളിങ്ങനെ മീൻ കട്ട് ചെയ്ത് വെക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മസാല പുരട്ടി വെക്കുമ്പോൾ ഒരു ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ വറക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് മസാല ഉള്ളിലേക്ക് പിടിക്കുകയും ചെയ്യും. പിടിയുന്ന അങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് കിട്ടാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറച്ച് നേരം മസാല പുരട്ടി വെക്കുക. അപ്പോൾ എല്ലാ മീനുകളേനും ഇങ്ങനെ മസാല പുരട്ടി ഒന്ന് എന്താ പറയുക നന്നായിട്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് പിടിക്കണം. അതാണ് അതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രിഡ്ജിൽ തന്നെ വെച്ചോളൂ, ഇല്ലെങ്കിൽ പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് അങ്ങോട്ട് പിടിച്ച് കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഇതിനെ. അടുത്ത ഐറ്റംസ് നോക്കാം. അതിനായിട്ട് അരത്തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 അല്ലിയോളം വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 3 ചെറിയുള്ളി. ഈ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെ അളവ് ഒരു 2 എണ്ണം കൂടിയൊക്കെ ആയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വറ്റൽമുളക് നമുക്ക് 2 എണ്ണം എടുക്കാം. അതുപോലെ തന്നെ പെരിഞ്ജീരകം 1/4 ടീസ്പൂൺ, കുരുമുളകും 1/4 ടീസ്പൂൺ, ചെറിയ കഷ്ണം പട്ട ആവശ്യമുണ്ട്, കണ്ടില്ലേ. ഇനി വേണ്ടത് ഗ്രാമ്പു 3 എണ്ണം, അതുപോലെ നമ്മുടെ കറിവേപ്പില വേണം. ഇത്ര ഐറ്റംസ് ഒന്ന് വാട്ടിയെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുക. പാൻ ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു 1.5 ടീസ്പൂണോ 1 ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഐറ്റംസൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റുക. ഇപ്പോൾ ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് പട്ട, ഗ്രാമ്പൂ, അതുപോലെ തന്നെ പെരിഞ്ജീരകം, മുളക്, അതൊക്കെയാണ്. അതൊക്കെ ഒന്ന് വാട്ടിയെടുക്കുക. അതിന് ശേഷം തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ കറിവേപ്പില, ആ ഐറ്റംസൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് അങ്ങോട്ട് എന്താ പറയുക ഡാർക്ക് ആവണ്ട, ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇപ്പോൾ വഴന്ന് തുടങ്ങിയിട്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് ചൂടാറുമ്പോൾ നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുക കേട്ടോ. നല്ല പേസ്റ്റ് പോലെ തന്നെ അരഞ്ഞോട്ടെ. മിക്സിയുടെ ജാറിലെ ഐറ്റംസൊക്കെ ഒന്ന് ചൂടാറട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് മീനിനെ ഒന്ന് മുക്കി പൊരിക്കാം. അതിനായിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ചിട്ട് നമ്മളുടെ മീൻ വറുക്കില്ലേ, അതുപോലെ തന്നെ വറുത്തെടുക്കുക. ഷാലോ ഫ്രൈ ആണ് വേണ്ടത് കേട്ടോ. ഒരു പകുതി വേവാകുമ്പോൾ ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് തരട്ടി കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെയാണ് നമ്മൾ ഈ സംഭവം ഫ്രൈ ചെയ്യുന്നത്. നല്ല കിടിലൻ അയില ഫ്രൈ തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളുടെ മീനുകളെല്ലാം ഒരു സൈഡ് വെന്ത് കഴിഞ്ഞു. ഇനി 5 മീനുകളെയും തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അത് പൊട്ടിപ്പോകും. അപ്പോൾ പതുക്കെ അങ്ങോട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി. അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് മറിച്ചിടാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ പിന്നെ മേത്തേക്കൊക്കെ നന്നായിട്ട് എണ്ണ തെറിച്ചിട്ടുണ്ടെങ്കിൽ അത്ര സുഖമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് മറിച്ചും തിരിച്ചു വിടുക. അപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, ഞാനത് അരച്ചിട്ടുണ്ട്. അതിൻ്റെ അരപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് പരട്ടി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ ഒറ്റയടിക്ക് അങ്ങോട്ട് തേച്ച് വറുത്തുകൂടെയെന്ന്. അപ്പോൾ എന്താ ഉണ്ടാവുക, കരിഞ്ഞ് പോവും. കരിഞ്ഞ് പോയാൽ എന്താ, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കരിഞ്ഞ പുക ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. ഒരു ഭാഗം ആയതിനു ശേഷം ഇതുപോലെ അങ്ങോട്ട്
ആ മൊരിഞ്ഞ ഭാഗത്ത് പരട്ടി കൊടുക്കുക. എന്നിട്ട് മറ്റേ ഭാഗവും അതുപോലെ തന്നെ വെന്തിട്ടുണ്ടെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കുക. 1 മിനിറ്റൊക്കെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ കരിയാൻ ചാൻസ് ഉണ്ട്, പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോവും. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ഐറ്റംസ് ഒക്കെ ഒന്ന് വാട്ടിയെടുത്ത കാരണം പച്ചമണമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി നമുക്ക് ഈ ഭാഗത്തൊക്കെ പരട്ടി കഴിഞ്ഞിട്ട് മറുഭാഗം തിരിച്ചിടുക, എന്നിട്ട് അവിടെയും പരട്ടുക, എന്നിട്ട് 1 മിനിറ്റോളം ഒന്ന് വാട്ടിയെടുക്കുക. അത്രേ വേണ്ടൂ. അപ്പോൾ നമ്മളിതിൽ എന്തൊക്കെയാണ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി പറഞ്ഞു തരട്ടെ. നമ്മൾ ഫസ്റ്റ് മീൻ നന്നായി കഴുകി വരഞ്ഞ് വെച്ചു. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നാരങ്ങ നീര്, കടലമാവിൻ്റെ വെള്ളം ഒക്കെ ചേർത്തിട്ട് നന്നായി പരട്ടി ഫ്രിഡ്ജിൽ വെച്ചു. അരമണിക്കൂറോളമാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത്. എന്നിട്ട് വറുക്കാൻ വെച്ചു. ആ നേരം കൊണ്ട് നമ്മൾ ഉള്ളി, തക്കാളി, ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി ഒക്കെ കൂടിയിട്ട് ഒന്ന് വാട്ടിയെടുത്തു. പെരുംജീരകം, അതുപോലെ തന്നെ കുരുമുളക്, പട്ട, ഗ്രാമ്പു, അതുപോലെ നമ്മളുടെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുത്തു. അതൊന്ന് മിക്സിയിലിട്ട് അരച്ചു. ആ അരപ്പാണ് ഈ തേക്കുന്നത്. അപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആകുമ്പോൾ ഈ അരപ്പ് അതിലേക്ക് തേച്ച് കൊടുത്തു. മറുവശം ആയിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുക്കുക. മസാല പുരട്ടിയ ഭാഗമാണ് ഇപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഈ തിരിച്ചിട്ട ഭാഗത്ത് മസാല പുരട്ടണം. അപ്പം അതിനായിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ മസാല എടുക്കുക. ഇതിൽ ഓരോ മീനിലേക്കും ഇങ്ങനെ പുരട്ടി കൊടുക്കുക. ഇനി ഇതും ആ ഒരു ഭാഗം ഒന്നാവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. 1 മിനിറ്റ് മതി. അതിന് ശേഷം നമുക്ക് വറുത്ത് കോരാം. നന്നായിട്ട് ഈ വെളിച്ചെണ്ണയിൽ നിന്നൊക്കെ അങ്ങനെ ഊറ്റിയെടുത്ത് കോരി വയ്ക്കാം. ഇതുപോലെ എല്ലായിടത്തും ഒന്നും ആയിക്കോട്ടെ. ഇനി മറുഭാഗം തിരിച്ചിട്ട് കൊടുക്കുകയാണ്. നമ്മളുടെ മസാല ഇട്ട ഭാഗം ശരിയായിട്ടുണ്ട് ഒരു സൈഡ്. അപ്പോൾ നല്ല മണം വരുന്നുണ്ട്, നല്ല ടേസ്റ്റുമാണ് ഈ സംഭവത്തിന്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്കിതൊന്നൊന്ന് വറുത്ത് കോരാം. മീനിനെ വറുത്ത് കോരി ഇതാ കണ്ടില്ലേ, ഞാൻ പറഞ്ഞ പോലെ തന്നെ അടിപൊളി ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അയില, അതുപോലെ തന്നെ ഇങ്ങനെ വലിയ മീനുകളൊക്കെ ഇതുപോലെ ചെയ്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ ഇതിൻ്റെ മണം ഉണ്ടല്ലോ, സൂപ്പർ മണമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് ഞാൻ വേഗം തന്നെ വരാം. അതേപോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. ടാറ്റാ, താങ്ക് യു.